പല പുരുഷന്മാരുടെയും മനസ്സിലുള്ള, എന്നാൽ ഡോക്ടർമാരോട് പോലും ചോദിക്കാൻ മടിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു ദിവസം എത്ര തവണ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് സാധാരണമാണ്? സത്യം പറഞ്ഞാൽ ഇന്റർനെറ്റിലും സിനിമകളിലും ഒക്കെ കാണുന്ന ചില അവിശ്വസനീയമായ കാര്യങ്ങൾ കണ്ട് തനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ, എണ്ണം കുറവാണോ എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് പേർ ടെൻഷനടിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ പേടിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ഇതൊരു തികച്ചും സുരക്ഷിതമായ ഇടമാണ് കേട്ടോ. നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യകാര്യങ്ങൾ യാതൊരു മടിയും കൂടാതെ കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരിടം. ഈ കൊച്ചു കൂട്ടായ്മയിലേക്ക് നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒന്നിനും നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു കൂട്ടുപോലെ നമ്മൾ എപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാമല്ലേ? ചില പഠനങ്ങളൊക്കെ പറയുന്നത് തികഞ്ഞ ആരോഗ്യവാനായ ഒരാൾക്ക് ഒരു പക്ഷേ 1 മുതൽ 5 തവണ വരെ ഇതിന് കഴിഞ്ഞേക്കാം എന്നാണ്. എന്നാൽ വളരെ സ്നേഹത്തോടെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊരിക്കലും ഒരു മത്സരമോ കണക്കെടുപ്പോ അല്ല. ഓരോ മനുഷ്യന്റെയും ശരീരപ്രകൃതി തികച്ചും വ്യത്യസ്തമാണ്. നിങ്ങൾ ഒരു തവണ മാത്രമാണ് ചെയ്യുന്നതെങ്കിലും അത് നിങ്ങളുടെ പങ്കാളിക്ക് എത്രത്തോളം സ്നേഹവും സംതൃപ്തിയും നൽകുന്നു എന്നതിനാണ് യഥാർത്ഥ മൂല്യമുള്ളത്. അല്ലാതെ എണ്ണം തികയ്ക്കാൻ വേണ്ടി നിങ്ങൾ സ്വയം നിർബന്ധിതരാകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ കാര്യത്തിൽ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനെ ഇടവേള അല്ലെങ്കിൽ റിഫ്രാക്ടറി പീരീഡ് എന്ന് വിളിക്കാം. ഒരു തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം നിങ്ങളുടെ ശരീരത്തിന് അടുത്ത തവണത്തേക്ക് വീണ്ടും തയ്യാറെടുക്കാൻ ആവശ്യമായ സ്വാഭാവികമായ ഒരു വിശ്രമ സമയമാണിത്. ഇത് നിങ്ങളുടെ ബലഹീനതയാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുതേ കേട്ടോ. മറിച്ച് നിങ്ങളുടെ ശരീരം അതിന്റെ സ്വാഭാവികമായ ഊർജം വളരെ ആരോഗ്യകരമായ രീതിയിൽ തിരികെ എടുക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണിത്. ഇനി നിങ്ങൾ ചിന്തിക്കുന്നത്, പ്രായം കൂടുമ്പോൾ എന്റെ ഈ ഉന്മേഷത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ എന്നായിരിക്കും അല്ലേ? നമ്മൾ വാർദ്ധക്യത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മാറ്റങ്ങൾ വരുന്നത് തികച്ചും സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് ഊർജത്തിന്റെ കാര്യത്തിൽ. ആ മാറ്റങ്ങളെ പേടിയോടെ നോക്കിക്കാണാതെ വളരെ പക്വതയോടെയും സ്നേഹത്തോടെയും അംഗീകരിക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നിങ്ങളുടെ 20കളില് ഊർജം വീണ്ടെടുക്കാൻ ചിലപ്പോൾ മിനിറ്റുകൾ മാത്രം മതിയായിരുന്നിരിക്കാം. എന്നാൽ പ്രായം 30കളിലോ 40കളിലോ എത്തുമ്പോൾ ശരീരത്തിന് പൂർവ്വസ്ഥിതിയിലാകാൻ മണിക്കൂറുകളോ അല്ലെങ്കിൽ ഒരു പൂർണ്ണ ദിവസമോ തന്നെ എടുത്തേക്കാം. ഇതൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഇത് പൂർണ്ണമായും ആരോഗ്യകരമായ ഒരു മാറ്റമാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ താളം മാറുന്നു, അത് സ്വാഭാവികമാണ്. ഇതിൽ ആശങ്കപ്പെടാൻ ഒന്നുമില്ല എന്നതാണ് സത്യം. പ്രായത്തിനപ്പുറം ഇന്നത്തെ കാലത്ത് നിങ്ങളെപ്പോലുള്ള പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന മറ്റൊരു കാര്യമുണ്ട്: സമ്മർദ്ദം. പുരുഷ ലൈംഗികാരോഗ്യത്തെ ഇത്രയും ബാധിക്കുന്നതെന്തുകൊണ്ട്? കുടുംബം നോക്കണം, ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ, സാമ്പത്തികം, ഇങ്ങനെ എത്ര ഭാരങ്ങളാണ് ഒരു പുരുഷൻ ചുമലിലേറ്റുന്നത്, അല്ലേ? ഈ നിരന്തരമായ ടെൻഷൻ കാരണം നിങ്ങളുടെ ശരീരം എപ്പോഴും ഒരു അതിജീവനത്തിന്റെ അവസ്ഥയിലായിരിക്കും. അപ്പോൾ ശരീരം കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുകയും അത് സ്വാഭാവികമായ പുരുഷോർജ്ജത്തെ വല്ലാതെ കുറയ്ക്കുകയും ചെയ്യും. നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ നമ്മൾ വിചാരിക്കുന്നതിലും വലിയ ബന്ധമാണുള്ളത്. ഈ മാനസിക സമ്മർദ്ദവും എല്ലാം ശരിയാകുമോ എന്ന ഉത്കണ്ഠയുമൊക്കെ ശരീരത്തിലെ രക്തക്കുഴലുകളെ ചുരുക്കുകയും അതുവഴി രക്തയോട്ടത്തെ സാരമായി ബാധിക്കുകയും ചെയ്യും. ഇതിനൊക്കെ പുറമെ അമിതമായ മദ്യപാനം, പുകവലി തുടങ്ങിയ ശീലങ്ങളും നിങ്ങളുടെ ഊർജം കെടുത്തുന്ന പ്രധാന വില്ലന്മാരാണ്. രക്തയോട്ടം കുറയുന്നത് തീർച്ചയായും നിങ്ങളുടെ ശാരീരികമായ തയ്യാറെടുപ്പുകളെ ബാധിക്കും. യാതൊരു കുറ്റബോധവുമില്ലാതെ തന്നെ പതുക്കെ ഈ ശീലങ്ങളെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത സങ്കടവും ഭാരവും തോന്നാം. എന്നാൽ വളരെ ലളിതമായ ചില കാര്യങ്ങളിലൂടെ നമുക്ക് ഈ പ്രശ്നങ്ങളെ എളുപ്പത്തിൽ മറികടക്കാൻ കഴിയും. വിശ്രമവും ഉറക്കവും പുരുഷാരോഗ്യത്തിൽ എത്ര പ്രധാനമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു യന്ത്രം പോലെ രാപ്പകൽ ജോലി ചെയ്യുന്ന നിങ്ങളുടെ ശരീരത്തിന് കേവലം ഒരു ചെറിയ വിശ്രമം നൽകുന്നത് തീർച്ചയായും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അതെ, വെറും വിശ്രമം. സത്യത്തിൽ വിശ്രമം എന്നത് വളരെ വലിയൊരു മരുന്ന് തന്നെയാണ്. ഈ ടെൻഷനുകളിൽ നിന്നൊക്കെ കുറച്ചുനേരം മാറി നിൽക്കുന്നതും ദിവസവും ആവശ്യത്തിന് നല്ല ഉറക്കം ലഭിക്കുന്നതും ഒരു ആഡംബരമല്ല കേട്ടോ, മറിച്ച് അതൊരു ജീവശാസ്ത്രപരമായ ആവശ്യമാണ്. നിങ്ങൾ നല്ല ഗാഢമായി ഉറങ്ങുന്ന സമയത്താണ് പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റെറോൺ എന്ന ഹോർമോൺ ശരീരം സ്വാഭാവികമായി വീണ്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഊർജവും ഉന്മേഷവും നിലനിർത്താൻ നല്ല ഉറക്കം അത്യന്താപേക്ഷിതമാണ്. പലപ്പോഴും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും പെട്ടെന്നുള്ള ഫലം തരുന്ന വേഗപരിഹാരങ്ങൾ അല്ലെങ്കിൽ പരസ്യങ്ങളിൽ കാണുന്ന മരുന്നുകൾ തേടിപ്പോകുന്നൊരു പ്രവണത പലർക്കുമുണ്ട്. എന്നാൽ ഇത്തരം വേഗപരിഹാരങ്ങളെക്കാൾ സ്വാഭാവിക ശീലങ്ങൾ നല്ലതാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം 100% അതെ
എന്ന് തന്നെയാണ്. നിങ്ങളുടെ ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള ദോഷവും ചെയ്യാത്ത വളരെ സ്നേഹപൂർണമായ സ്വയം പരിചരണമാണ് എപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ലൈംഗികത എന്നത് കേവലം ശാരീരികമായ ഒരു പ്രക്രിയയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തുന്ന ഒരു കഠിനമായ ജോലിയോ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. മറിച്ച് അതൊരു വെൽനസ് അഥവാ നിങ്ങളുടെ ആരോഗ്യപരിപാലനത്തിന്റെ ഒരു പ്രധാന ഭാഗം കൂടിയാണ്. ആരോഗ്യകരമായ ആ അടുപ്പം ശരീരത്തിന് നല്ല ഉറക്കം നൽകുന്നു, മാനസിക സമ്മർദ്ദം പാടെ കുറയ്ക്കുന്നു, കൂടാതെ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അത് സഹായിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ മനോഹരമായ നിമിഷങ്ങളിലൂടെ നിങ്ങളുടെ ശരീരം സ്വയം സുഖപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടുതന്നെ നമുക്കിനി ചോദിക്കാനുള്ളതിതാണ്: ജീവിതശൈലിയിലുള്ള ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസവും ഊർജവും മെച്ചപ്പെടുത്തുമോ? തീർച്ചയായും മെച്ചപ്പെടുത്തും. ഇതിനായി നിങ്ങൾ മണിക്കൂറുകളോളം ജിമ്മിൽ പോയി കഠിനമായി വ്യായാമം ചെയ്ത് ബുദ്ധിമുട്ടണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ശരീരത്തോട് തന്നെ കാണിക്കുന്ന ചെറിയ ചെറിയ കരുതലുകൾ, വളരെ ലളിതമായ മാറ്റങ്ങൾ മാത്രം മതിയാകും. സ്വന്തം ശരീരത്തെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ശരീരത്തെ സഹായിക്കാൻ വളരെ ലളിതമായ ഈ 2 കാര്യങ്ങൾ ശീലമാക്കാവുന്നതാണ്. 1. ഇടുപ്പിലെ പേശികൾക്ക് ബലം നൽകാനും ആ ഭാഗത്തേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന പെൽവിക് പേശി വ്യായാമങ്ങൾ, അതായത് നമ്മൾ കീഗൾ എക്സസൈസുകൾ എന്ന് പറയില്ലേ, അത്. 2. പങ്കാളിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ആവശ്യത്തിന് വിശ്രമമെടുത്ത് ചെയ്യാവുന്ന സ്റ്റാർട്ട് സ്റ്റോപ്പ് രീതി. എല്ലാം പെട്ടെന്ന് തീർക്കണമെന്ന ഉത്കണ്ഠ കുറയ്ക്കാനും നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകാനും വളരെ സുരക്ഷിതമായ രീതിയിൽ ഇത് നിങ്ങളെ സഹായിക്കും. ശാരീരികമായ പ്രവർത്തനങ്ങളെയും കണക്കുകളെയും കുറിച്ചുള്ള ഈ ചിന്തകളൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യത്തിലേക്ക് വരാം. ബന്ധത്തിലെ മാനസിക അടുപ്പം പുരുഷന്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുമോ? ഒരു സംശയവുമില്ല. നിങ്ങളുടെ പങ്കാളിയോടുള്ള ഹൃദയബന്ധമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ എല്ലാം അടിസ്ഥാനം. പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവും സമാധാനവും നിങ്ങൾക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട വളരെ മനോഹരവും സത്യവുമായ ഒരു കാര്യമുണ്ട്. തവണകളേക്കാൾ പ്രധാനം നിമിഷങ്ങളുടെ ഗുണനിലവാരമാണ്. നമ്മൾ എത്ര തവണ ചെയ്തു എന്നതിലല്ല യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ പങ്കാളി യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പമുള്ള സ്നേഹനിർഭരമായ നിമിഷങ്ങളും ആ പരസ്പരം മനസ്സിലാക്കലുമാണ്. ഒരു നമ്പർ കൊണ്ടോ സമയം കൊണ്ടോ അല്ല നിങ്ങൾ സ്നേഹം അളക്കേണ്ടത്. ഒപ്പമുള്ള ആ നിമിഷങ്ങളിലെ സന്തോഷവും സമാധാനവുമാണ് ഏറ്റവും പ്രധാനം. ഒരു പുരുഷൻ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ സമൂഹം നിശ്ചയിച്ചിട്ടുള്ള അനാവശ്യമായ സമ്മർദ്ദങ്ങളും പുരുഷത്വത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും മനസ്സിൽ നിന്ന് പൂർണ്ണമായും എടുത്തു കളയുക. നിങ്ങളുടെ പങ്കാളിയോട് മനസ്സു തുറന്ന് സംസാരിക്കുക. പരസ്പരമുള്ള ആ സ്നേഹവും ആത്മവിശ്വാസവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. അത് നിങ്ങൾക്ക് നൽകുന്ന മാനസികമായ സമാധാനവും ആരോഗ്യവും മറ്റേതൊരു മരുന്നിനും നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല. ആരോഗ്യത്തിലേക്കുള്ള നിങ്ങളുടെ ഈ യാത്രയിൽ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നതൊരു ഓർമ്മപ്പെടുത്തലാണിത്. ഒരു നല്ല സുഹൃത്തിനെപ്പോലെ അല്ലെങ്കിൽ കുടുംബത്തിലെ ഒരാളെപ്പോലെ നമ്മൾ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. ഇത്തരം പിന്തുണ നൽകുന്ന കൂടുതൽ കാര്യങ്ങൾ അറിയാനും നമുക്ക് പരസ്പരം മനസ്സിലാക്കുന്ന സംസാരങ്ങൾ തുടരാനുമായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ കൂട്ടായ്മ നിങ്ങളെ എപ്പോഴും സ്നേഹത്തോടെ തന്നെ ചേർത്ത് പിടിക്കും. അവസാനമായി വളരെ സ്നേഹത്തോടെ ഒരു ചിന്ത നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ സംസാരം ഞാൻ അവസാനിപ്പിക്കട്ടെ. നിങ്ങളുടെ ശരീരവും മനസ്സും ആവശ്യപ്പെടുന്ന യഥാർത്ഥ വിശ്രമവും സ്നേഹവും നിങ്ങളതിന് നൽകുന്നുണ്ടോ? ഇന്ന് രാത്രി ഇതൊന്ന് ശാന്തമായി ആലോചിച്ചു നോക്കൂ. നിങ്ങളെ തന്നെ സ്നേഹിക്കുക. നിങ്ങളുടെ ശരീരത്തെയും അതിൽ വരുന്ന സ്വാഭാവികമായ മാറ്റങ്ങളെയും ബഹുമാനിക്കുക. ലോകത്ത് മറ്റ് എന്തിനേക്കാളും നിങ്ങളുടെ ആരോഗ്യത്തിനും സമാധാനത്തിനും മാത്രം മുൻഗണന നൽകുക. കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. ഏറ്റവും നല്ലതൊക്കെ സംഭവിക്കട്ടെ.